ഓക്കെ ഗൈസ്, അപ്പോൾ ലാസ്റ്റ് വീക്കിൽ ലൂയിസ് ഹാമിൽട്ടൺ ബാഴ്സലോണ ഗ്രാൻഡ് പ്രിയിലൊക്കെ ജയിച്ചിട്ട് അതിൻ്റെ ഒരു ഓളത്തിലാണ് എല്ലാ ഫോർമുല 1 ഫാൻസും ലൂയിസ് ഹാമിൽട്ടൺ ഫാൻസും ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വലിയൊരു ബാഡ് ന്യൂസ് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സ് വെർസ്റ്റാപ്പൻ റെഡ് ബുൾ ഫോർമുല 1 ടീമിൽ നിന്ന് പോകുമെന്നുള്ളൊരു റൂമറുണ്ട്. സോ അപ്പോൾ ഈ റൂമേഴ്സ് എല്ലാം വരാൻ വേണ്ടി കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊണാക്കോ ഗ്രാൻഡ് പ്രിയുടെ ആ ഒരു വീക്കെൻഡിൽ മാക്സ് വെർസ്റ്റാപ്പൻ്റെ ഫാദർ ജോസ് വെർസ്റ്റാപ്പനും പിന്നെ റെഡ് ബുള്ളിൻ്റെ മാനേജേഴ്സും പിന്നെ റെഡ് ബുൾ ഫോർമുല 1 ടീമിൻ്റെ ടീം പ്രിൻസിപ്പൽ ലോറൻ മെക്കൈസും കൂടെ അവരുടെ യാറ്റിൽ ഒരു മീറ്റിംഗ് നടത്തിയായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഫാൻസും പാപ്പരാസീസ് എല്ലാം കൂടെ അവരുടെ ഈ ഒരു റൂമറാണ് മാക്സ് വെർസ്റ്റാപ്പൻ റെഡ് ബുള്ള് വിടാൻ ഒരുങ്ങുന്നുള്ളത്. അപ്പോൾ അതിനവർ പറയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു മീറ്റിംഗ് നടന്നതിന് ശേഷമാണ് അന്നത്തെ റെഡ് ബുൾ ഫോർമുല 1 ടീമിന്റെ ടീം പ്രിൻസിപ്പൾ ആയിരുന്ന ക്രിസ്റ്റ്യൻ ഹോർണർ ടീം വിട്ടുപോയത്. അപ്പോൾ അതുകൊണ്ടാണ് ഫാൻസ് അങ്ങനെ പറയുന്നത്. അതുമാത്രമല്ല മാക്സ് വെർസ്റ്റാപ്പൻ ഇപ്പം ഫോർമുല 1 മാത്രമല്ല പങ്കെടുക്കുന്നത്, GT3 സീരീസിലും പങ്കെടുക്കുന്നുണ്ട്. അപ്പം GT3 സീരീസിൽ വെർസ്റ്റാപ്പൻ റേസിംഗ് എന്ന് പറയുന്നൊരു ടീം തന്നെ മാക്സ് വെർസ്റ്റാപ്പൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് ഫാൻസ് മാക്സ് വെർസ്റ്റാപ്പൻ ഫോർമുല 1 വിട്ടു പോകുന്നൊക്കെ ഈ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സ് വെർസ്റ്റാപ്പൻ റെഡ് ബുൾ ഫോർമുല 1 ടീമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിലുള്ള ഒരു ക്ലോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ബുൾ ഫോർമുല 1 ടീം ഏതെങ്കിലും ഒരു സീസണിൽ കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ 1 or 2 സ്ഥാനത്തിന് താഴെ പോവുകയാണെങ്കിൽ ആ സീസണിൽ മാക്സ് വെർസ്റ്റാപ്പന് ടീം വിടാം എന്നുള്ള രീതിയിലാണ് ഒരു ക്ലോസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷവും സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പം ഇതേ ഒരു ഗതിയിലായിരുന്നു റെഡ് ബുള്ളിന്റെ പെർഫോമൻസ്, ഭയങ്കര ശോകമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ റൂമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് റെഡ് ബുള്ള് മാക്സ് വെർസ്റ്റാപ്പനെ കൺവിൻസ് ചെയ്ത് പിടിച്ചു നിർത്തി. അതുമാത്രമല്ല ഈ വർഷത്തേന് റെഡ് ബുള്ള് കാർ ഡെവലപ്മെന്റിന് വേണ്ടി മാറ്റി വെച്ചിരുന്ന ഫണ്ടും കൂടെ കഴിഞ്ഞ വർഷത്തെ കാറിനെ ഇച്ചിരൂടെ ബെറ്റർ ആകാൻ വേണ്ടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഫണ്ട് യൂസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടുകൂടെയാണ് റെഡ് ബുൾ ഫോർമുല 1 ടീമിന്റെ ഈ വർഷത്തെ കാറ് ഭയങ്കര ശോകമായിട്ടിരിക്കുന്നത്. അവർക്ക് പ്രോപ്പറായിട്ടൊന്ന് ബിൽഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അവരുടെ ചാസി ആണെങ്കിലും ആ കാറിന് ഓവർ വെയിറ്റ് ആണ്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ റീബിൽഡ് ചെയ്യേണ്ട ഒരു കോസ്റ്റാണ് കഴിഞ്ഞ വർഷമേ ആ കാർ സെറ്റ് ചെയ്യാൻ വേണ്ടി റെഡ് ബുൾ യൂസ് ചെയ്തത്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സ് വെർസ്റ്റാപ്പനെ ടീമിൽ പിടിച്ചു നിർത്താൻ, കാർ നൈസാക്കി എടുക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷമേ അത് യൂസ് ചെയ്തു. അപ്പോൾ മാക്സ് വെർസ്റ്റാപ്പൻ റെഡ് ബുൾ വിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഹംഗേറിയൻ ഗ്രാൻഡ് പ്രി കഴിയുമ്പോഴത്തേന് സമ്മർ ബ്രേക്ക് ഉണ്ട് ഫോർമുല 1. ആ സമയത്തായിരിക്കും ആ ഒരു ട്രാൻസ്ഫർ നടക്കാൻ സാധ്യതയുള്ളത്. ഏത് ടീമിലേക്ക് പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ആ ഒരു ടീം വിട്ട് പോയാലും കുറേ പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സപ്പോസ് ഒരു ഡ്രൈവർ ഒരു ടീം വിട്ട് വേറൊരു ടീമിലേക്ക് പോകുമ്പോൾ അയാളുടെ കംപ്ലീറ്റ് സെറ്റപ്പാണ് അങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നത്. അയാൾ മാത്രമല്ല അങ്ങോട്ട് ട്രാൻസ്ഫർ ആകുന്നത്. അയാളുടെ സിമുലേഷൻ സെറ്റപ്പ്, ഡ്രൈവർ സെറ്റപ്പ്, ക്യാബിൻ സെറ്റപ്പ്, അല്ലെങ്കിൽ കാറിന്റെ കോക്പിറ്റ് സെറ്റപ്പ്, സ്റ്റിയറിംഗ് സെറ്റപ്പ്, കാറിന്റെ എൻറ്റയർ സെറ്റപ്പ് ട്രാൻസ്ഫർ ആവുന്ന ടീമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് കുറേ ടൈം എടുക്കും. അല്ലെങ്കിൽ മാക്സ് വെർസ്റ്റാപ്പൻ ചിലപ്പം ഫോർമുല 1 വിട്ടിട്ട് എൻറ്റയർലി പുള്ളിയുടെ കരിയർ GT3യിലും അല്ലെങ്കിൽ എൻഡുറൻസ് റേസിംഗിലേക്കൊക്കെ മാറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മാക്സ് വെർസ്റ്റാപ്പൻ റെഡ് ബുൾ ഫോർമുല 1 ടീം വിട്ട് പോകുമോ, അതോ റെഡ് ബുള്ളിൽ തന്നെ നിന്ന് 5ാമത്തെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് അടിക്കുമോ? എന്താണ് തോന്നുന്നത്? കമന്റ് ചെയ്യൂ.